ഭൂമിയെക്കുറിച്ചുള്ള ടോപ്പ് 10 അത്ഭുതകരമായ ഫാക്ട്സ്. നമ്മൾ ജീവിക്കുന്ന ഭൂമി നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള ഒന്നാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ശാന്തവും സമാധാനപരവുമായി കാണപ്പെടുന്ന ഇവിടെ മറഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്താൻ കെൽപ്പുള്ളതാണ്. ഒരു കാലത്ത് മഴക്കാടായിരുന്ന ഒരു മരുഭൂമി, ആർക്കും വിശദീകരിക്കാൻ കഴിയാത്ത സമുദ്രത്തിൽ നിന്നുള്ള ഒരു നിഗൂഢ ശബ്ദം. ഇങ്ങനെ ഒട്ടനവധി രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗ്രഹത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ലോകത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റുന്ന ഭൂമിയുടെ ഏറ്റവും അത്ഭുതകരമായ 10 രഹസ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 10ാമത്തെ ഫാക്ട് നോക്കാം. ഭൂമിയുടെ നിറം ഒരിക്കൽ പർപ്പിൾ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞാലോ? അതെ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഇന്ന് കാണുന്ന പോലെ പച്ചയായിരുന്നില്ല, പർപ്പിൾ നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ ജീവരൂപങ്ങൾ സൂര്യപ്രകാശം ആഗിരണം ചെയ്യാൻ വ്യത്യസ്തമായ ഒരു പിഗ്മെന്റ് ഉപയോഗിച്ചുവെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. പച്ച ക്ലോറോഫില്ലിന് പകരം അവയെ പർപ്പിളാക്കുന്ന എന്തെങ്കിലും ആയിരുന്നിരിക്കാം അവർ അന്ന് ഉപയോഗിച്ചിരുന്നത്. 9ാമത്തെ ഫാക്ട് നോക്കാം. സൂര്യന് വളരെ ചൂടാണല്ലേ, എന്നാൽ ഭൂമിയുടെ ഉള്ളിൽ, ഭൂമിയുടെ മധ്യഭാഗവും സൂര്യനെ പോലെ തന്നെ ചൂടാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കാലിനടിയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ താഴെ ഉരുകിയ ഇരുമ്പിന്റെ പന്ത് പോലെ ഒരു പ്രതലമുണ്ട്. അതിന്റെ താപനില ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസോളമാണ്, അതായത് സൂര്യന്റെ ഉപരിതലത്തിന് തുല്യം. മറ്റൊരു കാര്യം എന്തെന്നാൽ ആ മധ്യഭാഗം പതുക്കെ തണുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അത് സോളിഡായി മാറുകയും ചെയ്യും. എന്നാൽ ഇത് സംഭവിക്കാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. 8ാമത്തെ ഫാക്ട് നോക്കാം. ഭൂമിയിലെ സമുദ്രങ്ങളെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, എന്നാൽ ഭൂമിക്കുള്ളിൽ ഇവിടെയുള്ള എല്ലാ സമുദ്രങ്ങളെക്കാളും വലിയ ഒരു സമുദ്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? അതെ, ഗ്രഹത്തിനുള്ളിലെ പാറകൾക്കുള്ളിൽ വളരെ ആഴത്തിൽ ഒരു സമുദ്രമുണ്ട്. നമ്മൾ കാണുന്ന എല്ലാ കടലുകളെക്കാളും തടാകങ്ങളെക്കാളും 3 ഇരട്ടി വെള്ളവും അതിൽ. ഒരു പക്ഷേ അവിടെ ഒരു ലോകവും അജ്ഞാത ജീവികളും ഒക്കെ ഉണ്ടായേക്കാം. 7ാമത്തെ ഫാക്ട് നോക്കാം. നമ്മൾ രാത്രി ആകാശത്ത് നോക്കുമ്പോൾ അവിടെ 2 ചന്ദ്രനെ കണ്ടാലോ? വിചിത്രമായി തോന്നുന്നല്ലേ? ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് പണ്ട് ഭൂമിക്ക് 2 ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്നും രണ്ടാമത്തെ ചെറിയ ചന്ദ്രൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വലിയ ഒന്നിലിടിച്ച് ഇല്ലാതാവുകയും ചെയ്തുവെന്നാണ്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു വശം മിനുസമാർന്നതും മറുവശത്ത് ഗർത്തങ്ങൾ നിറഞ്ഞതുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 6ാമത്തെ ഫാക്ട് നോക്കാം. ഗ്രാവിറ്റി എല്ലായിടത്തും നമ്മെ ഒരേപോലെ താഴേക്ക് വലിക്കുന്നുണ്ടല്ലേ? തെറ്റാണ്. ഭൂമിയിൽ ഗ്രാവിറ്റി കുറഞ്ഞ ഒരു സ്ഥലവുമുണ്ട്. കാനഡയിലെ ഹഡ്സൺ ബേയിൽ ഭൂമിയിലെ മറ്റ് എവിടേക്കാളും നിങ്ങളുടെ ഭാരം അല്പം കുറവായിരിക്കും. ഒരിക്കൽ കരയെ മൂടിയിരുന്ന ഒരു വലിയ ഗ്ലേഷ്യർ ആണ് ഇതിന് കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. അത് ഭൂമിയെ താഴേക്ക് തള്ളിയത് മൂലം ഇന്നും അവിടെ ഗ്രാവിറ്റി അല്പം കുറവാണ്. 5ാമത്തെ ഫാക്ട് നോക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഡിനോസറുകൾ ജീവിച്ചിരുന്നപ്പോൾ ഭൂമിയിലെ ഒരു ദിവസം 23 മണിക്കൂർ മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇത് 24 മണിക്കൂറാണ്. ഭാവിയിൽ ഇത് 25 മണിക്കൂർ ആയിരിക്കാം. ഞെട്ടിയോ? ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. അത് നീങ്ങുമ്പോൾ അത് നമ്മുടെ ഗ്രഹത്തിന്റെ ഭ്രമണത്തെ പതുക്കെയാക്കുന്നു. അതുമൂലം ഒരു ദിവസം ഭൂമിക്ക് കൂടുതൽ ദൈർഘ്യമുള്ള ദിവസങ്ങൾ ലഭിച്ചേക്കാം. 4ാമത്തെ ഫാക്ട് നോക്കാം. ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലമാണ് സഹാറ മരുഭൂമി. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അത് നദികളാലും മരങ്ങളാലും മൃഗങ്ങളാലും നിറഞ്ഞിരുന്നതായിരുന്നു. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുൻപ് സഹാറ ഒരു സമൃദ്ധമായ മഴക്കാടായിരുന്നു. എന്നാൽ പതുക്കെ അത് ഉണങ്ങി ഇന്ന് നാം കാണുന്ന മരുഭൂമിയായി മാറി. ഭൂമിയുടെ കാലാവസ്ഥ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ അത് വീണ്ടും പച്ചയായി മാറിയേക്കാമെന്നാണ് പറയപ്പെടുന്നത്. 3ാമത്തെ ഫാക്ട് നോക്കാം. 1997 പസഫിക് സമുദ്രത്തിന്റെ ആഴത്തിൽ ശാസ്ത്രജ്ഞർ ഒരു ശബ്ദം കേട്ടിരുന്നു. വളരെ ഉച്ചത്തിലുള്ള ഈ ശബ്ദം 5000 കിലോമീറ്റർ അകലെ നിന്ന് പിടിച്ചെടുത്തു. അവർ അതിനെ ദി ബ്ലൂപ്പ് എന്ന് വിളിച്ചു. ചിലർ പറയുന്നത് അതൊരു ഭീമൻ മഞ്ഞുമല തകർന്ന ശബ്ദമാണെന്നാണ്. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് അതൊരു വലിയ കടൽ ജീവി ആയിരുന്നു എന്നാണ്. ഇന്നും ആ ശബ്ദം എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. ഒരുപക്ഷെ ആഴക്കടലിൽ നമ്മൾ കണ്ടെത്താത്ത രഹസ്യങ്ങൾ ഇപ്പോഴും ഉണ്ടാകാമല്ലേ? 2ാമത്തെ ഫാക്ട് നോക്കാം. ഭൂമിയിൽ 50 വർഷമായി നിർത്താതെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീമൻ ദ്വാരമുണ്ട്.
നരകത്തിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം തുർക്ക്മെനിസ്ഥാനിലാണ് ഉള്ളത്. 1971 ശാസ്ത്രജ്ഞർ ഒരു പ്രകൃതിവാതക പാടത്തിന് തീയിട്ടു. തീ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിലയ്ക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഇന്നും നിർത്താതെ അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഫാക്ട് നോക്കാം. ഭൂമി വളരെ ഉറപ്പുള്ളതായി നമുക്ക് തോന്നിയേക്കാം, പക്ഷേ അത് യഥാർത്ഥത്തിൽ പിളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആഫ്രിക്കയിൽ ഒരു വലിയ വിള്ളൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ സമുദ്രം തന്നെ രൂപപ്പെടുമെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. അതായത് ഒരു ദിവസം ലോകത്തിന്റെ മാപ്പ് തന്നെ തികച്ചും വ്യത്യസ്തമായി മാറിയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭൂമിയെക്കുറിച്ചുള്ള ടോപ്പ് 10 അതിശയകരമായ കാര്യങ്ങൾ. ഭൂമി നിഗൂഢതകൾ നിറഞ്ഞതാണല്ലേ? ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പലർക്കും ഉൾക്കൊള്ളാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.